നമസ്കാരം ധ്വനിയുത്തമൻ. കർക്കിടക മാസത്തിലെ ആചാരങ്ങൾക്ക് പിന്നില് കഥകളുണ്ട്. പക്ഷെ ഈ കഥകളൊക്കെ പ്രകൃതിയുമായിട്ട് കുറച്ച് ഇണങ്ങിച്ചേർന്ന് നിൽക്കുന്നു എന്നതാണ് വാസ്തവം. കണ്ടില്ലേ, നമ്മുടെ കർക്കിടക മാസത്തിലെ അതിക്രൂരമായിട്ടുള്ള മഴയും മണ്ണിടിച്ചിലും പ്രളയവും പലതരത്തിലുള്ള പകർച്ചവ്യാധികളും കാരണം നമ്മളെ പൂർണ്ണമായും കഷ്ടത്തിലാക്കുന്ന ഒരു മാസമാണ്. അന്തരീക്ഷം കാണുമ്പോൾ തന്നെ നമുക്ക് ഒരു ഭയം വരും. ആകെ മൂടിക്കെട്ടി രാത്രി കൂടുതലുള്ള ഒരു സമയം കൂടിയാണ് കർക്കിടക മാസം എന്നാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള സമയങ്ങളിൽ നമുക്ക് എന്താ ചെയ്യാൻ കഴിയുക? ഭഗവാനെ വിളിക്കാം. കുളിച്ച് ശുദ്ധിയായി അമ്പലത്തിലൊക്കെ പോയി, അല്ലെങ്കിൽ നമ്മുടെ വീട്ടുമുറ്റത്ത് തന്നെ വീടിന്റെ സിറ്റ് ഔട്ടിലിരുന്ന് ഒരു വിളക്കൊക്കെ കത്തിച്ചു വെച്ച് രാമായണം വായിക്കാം. അപ്പൊ നമുക്ക് കുറച്ച് രാമകഥയൊന്ന് കേട്ടാലോ. വാൽമീകി മഹർഷി 6 കാണ്ഡങ്ങളായിട്ട് എഴുതിയ സീതാദേവിയെക്കുറിച്ചും ശ്രീരാമചന്ദ്രനെ കുറിച്ചുമുള്ള ധർമ്മത്തിന് വേണ്ടി പോരാടിയ ഇതിഹാസമാണ് രാമായണം. 6 കാണ്ഡങ്ങൾ എന്ന് പറയുമ്പോൾ ബാലകാന്ഡം, അയോധ്യാകാന്ഡം, ആരണ്യകാന്ഡം, കിഷ്കിന്ധാകാന്ഡം, സുന്ദരകാന്ഡം, യുദ്ധകാന്ഡം. യുദ്ധകാന്ഡത്തോടുകൂടി മംഗളസ്തുതി പാടി ആ ഇതിഹാസം അവസാനിക്കുകയാണ്. എന്നാൽ ഈ 6 കാണ്ഡങ്ങളിലും കാണാത്ത കുറച്ച് സംശയങ്ങൾ ചിലർക്കുണ്ട്. സത്യത്തിൽ രാവണനെ അല്ലേ ഹീറോ ആയിട്ട് കാണേണ്ടത്? സീതാദേവിയെ കൊണ്ടുപോയി രാജകുമാരിയെ പോലെ നോക്കുന്നു. ദേവിയുടെ അനുവാദം കൂടാതെ ദേഹത്ത് സ്പർശിക്കില്ല എന്ന് പറയുന്നു. രാമനാണെങ്കിൽ കൊടും കാട്ടിലേക്ക് സീതാദേവിയെ തനിച്ചാക്കി പോകുന്നു. അപ്പോൾ സത്യത്തിൽ ഹീറോ എന്ന് പറയുന്നത് രാവണനല്ലേ എന്ന് ചോദിക്കുന്ന ഒരു സമൂഹമുണ്ട് നമ്മുടെ മുമ്പിൽ. അവരോട് എനിക്ക് പറയാനുള്ളത്, വാൽമീകിയുടെ രാമായണത്തിൽ ഓരോ കഥാപാത്രങ്ങളും ഓരോ വികാരങ്ങളാണ്. കാമം, ക്രോധം, ഭയം, ഭക്തി, അങ്ങനെയുള്ള ഓരോ വികാരങ്ങൾ ഓരോരുത്തരിലും ഉണ്ടാകുമ്പോൾ അതിൽ നിന്ന് പുതിയ കഥകൾ പുനർജനിക്കുന്നു എന്നതാണ് രാമായണ കഥയുടെ ഏറ്റവും വലിയ പ്രത്യേകത. പിൽക്കാലത്ത് രാമായണം എഴുതിയതിനു ശേഷമൊക്കെ ഉത്തരരാമായണത്തിൽ വന്നിട്ടുള്ള ആരൊക്കെയോ എഴുതി വെച്ചിട്ടുള്ള കഥകളിലാണ് രാമൻ വില്ലനാകുന്നതും രാവണൻ നായകനാകുന്നതും. സത്യത്തിൽ എന്താണ് രാവണൻ സീതയെ സ്പർശിക്കാതിരിക്കാനുള്ള കാരണമെന്ന് നമുക്ക് നോക്കാം. വിദ്യ കൊണ്ടും സൗന്ദര്യം കൊണ്ടും ആരോഗ്യം കൊണ്ടും ബുദ്ധി കൊണ്ടും സമ്പത്ത് കൊണ്ടുമെല്ലാം പ്രഗത്ഭനായിരുന്നു രാവണൻ. പക്ഷേ സ്ത്രീ വിഷയത്തിലും അധർമ്മത്തിന്റെ കാര്യത്തിലും കൊടും രാക്ഷസനായിരുന്നു എന്നതാണ് സത്യം. അതുകൊണ്ട് തന്നെ നിരവധി ശാപങ്ങളാണ് രാവണൻ ഏറ്റുവാങ്ങിയിട്ടുള്ളത്. പൂർണ്ണ ശിവഭക്തനായിരുന്നു രാവണൻ. ഒരിക്കൽ കൈലാസത്തിൽ ചെന്ന് ശിവനെ കാണണമെന്ന് നന്ദികേശനോട് ആവശ്യപ്പെട്ടു. നന്ദികേശൻ പറഞ്ഞു ഇപ്പോൾ സാധ്യമല്ല എന്ന്. ക്ഷുഭിതനായ രാവണൻ നന്ദികേശനെ നോക്കി കുരങ്ങൻ എന്ന് പരിഹസിച്ചു. നന്ദികേശന് സഹിക്കാൻ കഴിയാതെയായപ്പോൾ കുരങ്ങന്മാരുടെ വംശം നിന്റെ വംശത്തിന്റെ സർവനാശത്തിന് കാരണമാകും എന്ന് ശപിക്കുകയും ചെയ്തു. അതുമാത്രമല്ല, കുശധ്വജൻ എന്ന മുനിയുടെ ഏകപുത്രിയായ വേദവതിയുടെ തപസ് വിഷ്ണു ഭഗവാന് ഭർത്താവായി ലഭിക്കുവാൻ വേണ്ടിയായിരുന്നു. ഇതറിഞ്ഞ രാവണൻ കുശധ്വജനെ വധിക്കുകയും വേദവതിയെ ബലാത്സംഗം ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്തു. അന്ന് വേദവതിയുടെ ശാപമാണ് എന്നിലൂടെ നാരായണസ്വാമികൾ നിന്നെ വധിക്കുമെന്ന്. പിൽക്കാലത്ത് വേദവതിയാണ് സീതാദേവിയായി പുനർജനിക്കുന്നത്. ഇനിയുമുണ്ട് ശാപങ്ങൾ. രംഭയെ ബലാത്സംഗം ചെയ്ത രാവണനെ നളഗോപുരന്മാർ ശപിക്കുകയുണ്ടായി. പരസ്ത്രീകളെ നീ അവരുടെ അനുവാദമില്ലാതെ സ്പർശിച്ചാൽ നിന്റെ 7 തലകളും പൊട്ടിത്തെറിച്ചു പോകും എന്നായിരുന്നു നളഗോപുരന്മാരുടെ ശാപം. ഈ ശാപത്തെക്കുറിച്ച് അറിയുന്നത് കൊണ്ടാണ് രാവണൻ ലങ്കയിൽ സീതാദേവിയെ താമസിപ്പിക്കുന്നതും സീതാദേവിയുടെ അനുവാദത്തിനായി കാത്തിരിക്കുന്നതും. ഒരു ഘട്ടത്തിൽ സീതാദേവി സമ്മതിക്കാതെയാകുമ്പോൾ കൊന്നുകളയാൻ പോലും തീരുമാനിച്ചിട്ടുണ്ട് രാവണൻ. അങ്ങനെ ശാപങ്ങളെല്ലാം ഏറ്റുവാങ്ങിയ രാവണനെ, അധർമ്മത്തെ ഇല്ലായ്മ ചെയ്ത് ധർമ്മത്തെ രാമൻ ഉയർത്തിക്കൊണ്ടുവരികയായിരുന്നു. ഇതോടെ സീതാദേവിയും ശ്രീരാമനും സകുടുംബം അയോധ്യയിലെ കൊട്ടാരത്തിൽ സന്തോഷമായി ജീവിച്ചു പോന്നു. ഭാരതത്തിന്റെ സംഭാവനകളിൽ 2 ഇതിഹാസങ്ങളുണ്ടെങ്കിൽ അതിലൊന്നാണ് രാമായണം. ധാർമ്മിക മൂല്യങ്ങൾ മുറുകെ പിടിക്കാനായി മഹത്തായ സിംഹാസനം വരെ ഉപേക്ഷിച്ച രാമനെയും ഭരതനെയും പോലുള്ള മനുഷ്യ കഥാപാത്രങ്ങളിലൂടെ മഹത്തരമായ ധർമ്മ സംരക്ഷണത്തെക്കുറിച്ചുള്ള സന്ദേശം നൽകുകയാണ് രാമകഥയിലൂടെ. കൃത്യമായി രാമായണം വായിക്കാതെ അഭിപ്രായം പറയുന്നത് രാഷ്ട്രീയക്കാരുടെയും യുക്തിവാദികളുടെ ഒക്കെ ഒരു ശൈലിയാണ്. വരും തലമുറയിലെ കുട്ടികളുടെ ഉള്ളിലേക്ക് ഇത്തരം സംശയങ്ങൾ കൊണ്ടുവരിക, അവരതിൽ നിന്ന് പിന്തിരിപ്പിക്കുക എന്നുള്ളതൊക്കെ അവരുടെ ആവശ്യമാണ്. നമ്മൾ അതിലൊന്നും പോയിപ്പെടാതെ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് മുമ്പോട്ട് പോവാം. എല്ലാവർക്കും രാമായണ മാസ ആശംസകൾ.